സ്നേഹപ്പെട്ട എല്ലാവർക്കും ബന്ധത്തിലേക്ക് സ്വാഗതം. നടന്നും തുള്ളിയും ദൈവത്തെ പൂർത്തിയും കൊണ്ട് അവരോട് കൂടെ ദേവാലയത്തിൽ കടന്നു. അപ്പോസ്തല പ്രവൃത്തി 3:8 വാക്യം. ഇന്ത്യയിലെ 2 സഹോദരിമാർ അന്ധന്മാരായാണ് ജനിച്ചത്. പിതാവ് ഒരു കഠിനാധ്വാനിയായ വ്യക്തിയായിരുന്നെങ്കിലും കാഴ്ച ലഭിക്കാൻ ശസ്ത്രക്രിയ ജയിക്കാനുള്ള സാമ്പത്തിക ശേഷി അയാൾക്കില്ലായിരുന്നു. അപ്പോഴാണ് മെഡിക്കൽ മിഷൻ ഡോക്ടർമാരുടെ സംഘം ആ പ്രദേശത്തെത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നേഴ്സ് കണ്ണിൽ ബാൻഡേജ് അയച്ചപ്പോൾ ആ പെൺകുട്ടികൾ വിടർന്ന് പുഞ്ചിരിച്ചു. അമ്മ എനിക്ക് കാണാം അവർ ആശ്ചര്യരായി. ജന്മന മുടന്ന ഒരാൾ ദേവാലയത്തെ ഗേറ്റിനരികെ തൻ്റെ സ്ഥിരം വിശ്രാമ സ്ഥലത്തിരിക്കുന്നതായിരുന്നു. തൻ്റെ കയ്യിൽ നാണയമൊന്നുമില്ല, എന്നാൽ അതിനേക്കാൾ മെച്ചമായത് ഒന്നുണ്ട് എന്ന് പത്രോസ് അയാളോട് പറഞ്ഞു. നസ്രാനി യേശുക്രിസ്തു നാമത്തിൽ നടക്കാം. അപ്പോസ്തല പ്രവൃത്തി 3:6. ആ മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റ് നടന്നുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. ഈ സഹോദരിമാരും ഈ മനുഷ്യനും അവരുടെ കണ്ണുകളും കാലുകളും ഇതുവരെയോ കൂട്ടരോ മുടന്തരമായിട്ടില്ലാത്തതിനേക്കാൾ എത്രയധികം ആസ്വദിച്ചുണ്ടാകാം. ആ പെൺകുട്ടികൾ ആശ്ചര്യവും ആനന്ദവും മൂലം കണ്ണുകൾ തുറക്കുന്നതും നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ആ മനുഷ്യനാകട്ടെ കുതിച്ചു ചാടുന്നതും. നിങ്ങളുടെ സ്വാഭാവിക കഴിവുകളെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. അത്ഭുതകരമായ ഒരു സൗഖ്യം ലഭിച്ചിരുന്നെങ്കിൽ ആ കഴിവുകൾ നിങ്ങൾക്ക് എത്രയധികം ആസ്വദിക്കുകയും വ്യത്യസ്തമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചിന്തിക്കാം. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ആത്മീയ സൗഖ്യമായിരിക്കുന്നു. നിങ്ങളുടെ പാവങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. നമ്മൾ രക്ഷിക്കുകയും ചെയ്യുന്നവനെ സ്തുതിക്കുകയും അവൻ പ്രദാനം ചെയ്യുന്നവരെ അവൻ സമർപ്പിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്വാഭാവിക കഴിവുകളെ നിങ്ങൾ എങ്ങനെ യേശുവിനെ ഉപയോഗിക്കാം? നിങ്ങൾക്കുള്ള എന്ത് സാധ്യതയും ഉപയോഗിച്ച് സേവനം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? അത് നൽകുന്ന ആനന്ദത്തിനായി ദൈവത്തിന് നന്ദി പറയാം. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങേ കേൾക്കാവുന്ന ചെവികൾക്കും സ്തുതിക്കാവുന്ന അതിരങ്ങൾക്കും ശുശ്രൂഷിക്കാവുന്ന കൈകൾക്കും കാലുകൾക്കും നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.